വേണ്ടിയിട്ടാണ് കാണുന്നത്. ഈ ജനസേവാ ഫൗണ്ടേഷന്റെ 7ാം വർഷത്തിലേക്ക് ഈ പഠനോത്സവ വിതരണവും അവരുടെ പ്രോത്സാഹന സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് 6 വർഷങ്ങൾക്ക് മുന്നേ ഒരു കൂട്ടം സുഹൃത്തുക്കൾ അവരുടെ നല്ല മനസ്സിൽ ഉടമകളായി മാറിയതിൻ്റെ ഭാഗമാണ് ഇന്ന് ഈ മഹത്തായ സംരംഭം 7ാം വർഷത്തിലേക്ക് കടന്നു. നോക്കണം, ഈ സംരംഭം ഇന്ന് ഇത്തരത്തിലൂടെ എത്തിക്കുമ്പോൾ നമ്മുടെ ഓരോ മനുഷ്യരുടെയും പിറപ്പിൻ്റെ ഒരംശം, ഈ സമൂഹത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും വിയർപ്പിൻ്റെ ഒരംശം ഇവിടെ കൂട്ടിക്കലർത്തി കൂട്ടി ഒരു മാലയിലെ മുത്തുമണി പോലെ അവരെ ഓർമ്മയാക്കി കൊണ്ടുവന്ന് ഇവിടെ പങ്കാളികളാക്കിയിരിക്കുകയാണ്. ഇതിന് ഒരുപാട് വിലയുണ്ട്. ഈ വില നാം എങ്ങനെയാണ് സ്വയമാക്കുന്നത്, നാം എങ്ങനെയാണ് ഇത് നേടിയെടുക്കുന്നത്, നമുക്കിതെങ്ങനെ ഭാവിയിൽ ഉപയോഗിക്കാമെന്ന് നമ്മുടെ കൊച്ചുമക്കൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഒരു കാലഘട്ടത്തിന് മുമ്പേ, ഒരു 25-30 വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ കൊച്ചുമക്കൾ ചിന്തിക്കണം. നമ്മളെ പോലുള്ള നമ്മുടെ ഈ അച്ഛനമ്മമാര്, നമ്മുടെ ഈ ചേട്ടന്മാര്, നമ്മുടെ സുഹൃത്തുക്കൾ ഒരു വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ അന്ന് പെടുകയാണ്. നമ്മുടെ ഇന്നത്തെ സമൂഹമല്ല അന്നത്തെ സമൂഹം. ആ സമൂഹത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, വളർന്നു വന്നവരാണ്. അന്ന് ഇത്തരം സംരംഭങ്ങളില്ല. ഈ പാഠപുസ്തകങ്ങൾ നമുക്ക് നമ്മുടെ കയ്യിലെത്തുവാൻ ഇങ്ങനെ ഒരു സംരംഭം അന്നില്ല. ഒരു പക്ഷേ 5 ബുക്ക് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് തട്ടുമോട്ടിച്ച് നിക്കറിന്റെ അടിയിൽ കൊടുക്കും, കുരി വെച്ച് മറന്നു കാണാതെ ഒളിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം നമുക്കൊരിക്കലും മറക്കാൻ പറ്റും. നമ്മുടെ രക്ഷകർത്താക്കൾ ഈ കുട്ടികളെ, ഈ മക്കളെ ഇത് കൂടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ആ കാലഘട്ടത്തിൽ പഠനോത്സവം മാത്രമല്ല, ഒരു മാസത്തെ ഫീസ് കൊടുക്കാൻ പോലും അന്ന് ഇത്തരം സംഘടനകളില്ല. നമ്മളെ സഹായിക്കാൻ ആരുമില്ല. അന്ന് ജോലി ചെയ്താൽ കൂലിയില്ല, ആഹാരമില്ല, ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചത്. ഇന്ന് ആളുകളെ ചെന്ന് പറഞ്ഞിരുന്നാൽ, ഏതൊരു മനസ്സുള്ള മനുഷ്യരെ ചെന്ന് പറഞ്ഞിരുന്നാൽ 5 ബുക്ക് നമുക്ക് വാങ്ങിത്തരാൻ കഴിയും. എനിക്ക് അവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്. ഇന്ന് ഈ മക്കൾ പഠിക്കുന്നതിലും അവരെ ഓരോ നിലയിൽ എത്തുന്നതിലേക്ക് വേണ്ടി പെടാപ്പാട് പെടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ വളരെയേറെ ബുദ്ധിയോടുകൂടി ഇത് മനസ്സിലാക്കിക്കൊണ്ടുമാണ് നമ്മൾ പഠിച്ച് ഓരോ സമൂഹത്തിൻ്റെ മേഖലയിൽ എത്തിച്ചേരുന്നത്. അതിനാണ് പ്രിയമുള്ളവരെ ഇത്തരം ജനസേവാ ഫൗണ്ടേഷൻ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 6 വർഷം കഴിയും. എത്ര മാസമായി? ഇന്ന് ഏത് സംഘടനകളും 1-2 വർഷം കഴിയുമ്പോൾ അത് നിലനിന്ന് പോലും പിന്നെ ഈ സംരംഭം അതിന് തുടരാറില്ല. കാരണം അതിലേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതിൻ്റെ ത്യാഗങ്ങളും അതിലുണ്ട്. ഇന്നത്തെ അതല്ല, 7ാം വർഷത്തിലേക്ക് കിടക്കുക. എത്ര മാസമാണെന്ന് നോക്കും. ആ മാസത്തിലാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ തുറക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ മക്കൾ നല്ല നിലവാരത്തിലേക്ക് പോകുമ്പോൾ, കയ്യിൽ ബാഗ് നിറയെ ബുക്കും പുസ്തകവും വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ മക്കൾ അതിന് ഒരു തടസ്സവും വരാത്ത രീതിയിൽ അവരിന്ന് കൈകാര്യം ചെയ്യുക. അന്ന് ഒരു ബുക്ക് മറിച്ചാൽ നോക്കിയാൽ ഒരു വിഷയം